നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് 2024 നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ട്. അത് സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ, 5 പൈസ, എം സ്റ്റോക്സ്, മോട്ടിലോസോൾ, ഇങ്ങനെ ഒരുപാട് പുതിയ ബ്രോക്കേഴ്സും ഉണ്ട്, പഴയ ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു നല്ല ബ്രോക്കർ അത് എങ്ങനെ സെലക്ട് ചെയ്യാം, നമുക്ക് അനുയോജ്യമായത് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡൗൺലോഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു 4 ബ്രോക്കേഴ്സിൻ്റെ അകത്തും നമുക്ക് നല്ല ഒരു ഡൗൺലോഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ. അതുപോലെ തന്നെ ആക്റ്റീവ് ക്ലയൻസ് നോക്കുവാണെങ്കിലും ഈ ഒരു 4 ബ്രോക്കറിനും നമുക്ക് 10 ലക്ഷത്തിലധികം ആക്റ്റീവ് ക്ലയൻസ് ഉണ്ട്. ഇവിടെ 67 ലക്ഷം ഉണ്ട് സെറോദയിൽ, അതുപോലെ തന്നെ ഗ്രോയിലാണെങ്കിൽ 76, അപ്സ്റ്റോക്സിലാണെങ്കിൽ 24, 61 ലക്ഷം. അപ്പം നല്ലൊരു ആക്റ്റീവ് ക്ലയൻസും ഡൗൺലോഡ്സും അതുപോലെ തന്നെ റേറ്റിംഗ്സും ഒക്കെയുള്ള 4 ആപ്ലിക്കേഷൻസാണ് ഈ ഒരു ടോപ്പിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ താഴെയുള്ള ആപ്ലിക്കേഷൻസ് ഞാനിവിടെ കമ്പാരിസന് വേണ്ടി എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ചാർജിൻ്റെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഏറ്റവും കൂടുതൽ ഈ ഒരു ഡൗൺലോഡ്സും ആക്റ്റീവ് ക്ലയൻസും ഒക്കെയുള്ള ബ്രോക്കർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ റേറ്റിംഗ്സ് റിവ്യൂ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം 4.5ൻ്റെ അടുത്ത് തന്നെ റേറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ സെറോദയ്ക്ക് മാത്രമാണ് ഒരു റേറ്റിംഗ്സ് ഇച്ചിരി കുറവുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ടോപ്പ് ഗെയിനറിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ്, എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒന്നും അവരുടെ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ അത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവ് വന്നിരിക്കുന്നത്. ബാക്കി ഓക്കെയാണ് പ്ലാറ്റ്ഫോം. ഇനി കൈറ്റ് അല്ലെങ്കിൽ കോയിൻ, ഇങ്ങനെ 2 ആപ്ലിക്കേഷൻസാണ് നമ്മൾ സെറോദ എന്ന പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്നത്. കൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് യൂസ് ചെയ്യും. കോയിൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി യൂസ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ എല്ലാം അതിൻ്റേതായ പ്ലാറ്റ്ഫോംസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ മുകളിലത്തെ 4 ബ്രോക്കേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള താഴെയുള്ള ബ്രോക്കേഴ്സ് ഈ ഒരു ഫീൽഡിൽ കുറച്ച് പുതിയ ബ്രോക്കേഴ്സാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ക്ലയൻസും റേറ്റിംഗ്സും ഡൗൺലോഡ്സും എല്ലാം കുറവാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറയാത്തത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും 1 by 1 ആയിട്ട് ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കും, ഈ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും പറഞ്ഞു, നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, ഇത് ഒറ്റ തവണയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചാർജ് ആണെങ്കിൽ ഇയർലിയിൽ ചെറിയൊരു പൈസ, നമ്മൾ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ GST പ്ലസ് ചെറിയൊരു പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് എല്ലാ ബ്രോക്കേഴ്സിലും ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എം സ്റ്റോക്സിൽ മാത്രം ഒരു 999 ഒരു പ്രോ പ്ലാൻ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലും അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് മെയിൻ്റനൻസ് നമ്മൾ ഏകദേശം ഫ്രീ ആണ്. 50,000 താഴെ നമ്മൾ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, 50,000 to 2 ലക്ഷം ഉണ്ടെങ്കിൽ 100 രൂപ പ്ലസ് GST, 2 ലക്ഷത്തിന് മേലുണ്ടെങ്കിൽ 300 രൂപ പ്ലസ് GST, അങ്ങനെ ചെറിയൊരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഒരു വലിയ ചാർജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ബ്രോക്കറേജ് ചാർജസ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി, ഇൻട്രാഡേ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഇങ്ങനെ 4 കാറ്റഗറീസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെലിവറി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബിഗിനറാണ്, ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചതിന് ശേഷം 1-2 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചതിന് ശേഷം ഇന്ന് വൈകുന്നേരം 3:30-ക്കുള്ളിൽ തന്നെ അത് വിറ്റ് അതിൽ നിന്ന് മാറുന്നതിനെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിഫ്റ്റി എന്ന ഇൻഡെക്സിൻ്റെ പ്രൈസ് ഫ്യൂച്ചർ ബൈ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും വാല്യൂസ് ഉണ്ട്, അതിൻ്റെ പ്രീമിയംസ് ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്നതിനാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ അകത്തോട്ടും ഓപ്ഷൻസ് അകത്തോട്ടും ഇൻട്രാഡേയിലും ഒന്നും കൂടുതലായിട്ട് പോകാതിരിക്കുക. തീർച്ചയായിട്ടും ഡെലിവറിയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഡെലിവറി ആൻഡ് ഇൻട്രാഡേ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഓപ്ഷൻസിൻ്റെ അകത്ത് ഏകദേശം 20 രൂപയാണ് ഓരോ ഓർഡേഴ്സിനും നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചേഴ്സിൻ്റെ അതും ഏകദേശം 20 രൂപയാണ് നമ്മൾ ഓരോ ഓർഡേഴ്സിനും നമ്മൾ കാണുന്നത്. അപ്പോൾ ഏകദേശം കോമൺ ആണ് എല്ലാ ബ്രോക്കേഴ്സിലും. ഇനി നമ്മൾ ഇൻട്രാഡേയിലേക്ക് വരുവാണെങ്കിലും നമുക്ക് ഏകദേശം എത്രയാണ് ബ്രോക്കറേജ്, 20 രൂപയാണ് നമ്മൾ ഏകദേശം കാണുന്നത്. അതും ഏകദേശം ഈക്വലാണ്. അപ്പോൾ ഇവിടെ 20 രൂപ അല്ലെങ്കിൽ 0.03 ഏതാണോ കുറവ് വരുന്നത് അതാണ് എടുക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഡെലിവറി കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സെറോദ 0 ബ്രോക്കറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണും 0 ബ്രോക്കറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എം സ്റ്റോക്ക് 0 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ശൂന്യ ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ 2 കാര്യങ്ങളും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ എത്രയാണ്? 20 രൂപയാണ് ഏകദേശം ഓരോ ട്രേഡിനും അവർ ബ്രോക്കറേജ് ഈടാക്കുന്നത്. ഇവിടെ എന്താണ് ശൂന്യയുടെ നമുക്ക് 000 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഡെലിവറി, ഇൻട്രാഡേ, ഫ്യൂച്ചർ, ഓപ്ഷൻ. അപ്പോൾ അതൊരു പുതിയ ബ്രോക്കറാണ്. ഒത്തിരി ഡൗൺലോഡ്സും ആക്റ്റീവ് പ്ലാൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യാത്തത്. കാരണം നമ്മൾ ഒരുപാട് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ കൂടുതലായിട്ട് ഒരു ജെന്യുവനായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു ബ്രോക്കറിലേക്ക് തന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ഒരു ഇൻട്രാഡേ ചാർജസ്, അതായത് ഇന്ന് രാവിലെ ഞാൻ എൻട്രി എടുത്ത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ 500 രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക ഒരു ട്രേഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സെറോദയിലാണ് 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 11 രൂപ ടോട്ടലായിട്ട് നമ്മൾ എല്ലാ ചാർജസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, GST എല്ലാം കൂടെ കൂട്ടി 11 രൂപ നമ്മൾ സെറോദ കട്ട് ചെയ്യും. ഇനി ഗ്രോ ആണെങ്കിൽ എത്രയാണ്? 16 രൂപ പിടിക്കും. അപ്സ്റ്റോക്സ് ആണെങ്കിൽ 15, ഏഞ്ചൽ വൺ ആണെങ്കിൽ 11. അപ്പോൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കുക ഒരു 10-15 രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഇൻട്രാഡേ ചാർജസ് വരുന്നത് 500 രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പം. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ചാർജിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ 1000 രൂപയാണ് ഇന്നൊരു എൻട്രി എടുത്തിട്ട് ഒരാഴ്ചയിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു 1000 രൂപ പ്രോഫിറ്റിൽ ആ ഒരു സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് സെറോദയാണെങ്കിൽ 19 രൂപ കൊടുക്കണം, ഗ്രോ ആണെങ്കിൽ 21 കൊടുക്കണം, അപ്സ്റ്റോക്സ് ആണെങ്കിൽ 72 രൂപ കൊടുക്കണം, ഏഞ്ചൽ വൺ ആണെങ്കിൽ 26 രൂപ കൊടുക്കണം. ബാക്കിയുള്ള ബ്രോക്കേഴ്സ് നമുക്ക് താഴെ കാണാൻ സാധിക്കും, വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് ഇവിടെ ഇൻട്രാഡേ ചാർജസ് എവിടെയാണ് കാണുന്നത്? സെറോദയിലും ഏഞ്ചൽ വണ്ണിലും നമുക്ക് നല്ലൊരു ഇൻട്രാഡേ ബ്രോക്കറേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ചാർജസിൻ്റെ അകത്ത് നമുക്ക് സെറോദ, ഗ്രോ, അതുപോലെ തന്നെ ഏഞ്ചൽ വൺ, ഈ ഒരു 3 ബ്രോക്കേഴ്സിൻ്റെ അകത്ത് നമുക്ക് നല്ല ഡെലിവറി ചാർജസും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് DP ചാർജസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. DP ചാർജസ് നമ്മൾ ഓരോ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത്, അതായത് ഡെലിവറിയിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് DP ചാർജസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സ്റ്റോക്ക് ആണെങ്കിലും ഒന്നിലധികം സ്റ്റോക്ക് ആണെങ്കിലും ഈ ഒരു എമൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ 13 രൂപയാണ് സെറോദയുടെ, ഗ്രോ ആണെങ്കിൽ 13, 18, ഏകദേശം 13, 15 ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് DP ചാർജസ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നത് എത്രയാണ്? നമ്മൾ പൈസ ആഡ് ചെയ്യുന്ന സമയത്ത് 9 രൂപ അല്ലെങ്കിൽ 7 രൂപ അതൊക്കെ ഫ്രീ ആണ്. അതൊന്നും വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. 50,000 രൂപയ്ക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ 10,000 രൂപ ആഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് UPI ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ 9 രൂപ 7 രൂപയൊക്കെ പിടിക്കുന്നതാണ്. പിന്നെ ഓട്ടോ സ്ക്വയർ ഓഫ് 50 രൂപ, 60 രൂപ, 20 രൂപ അതൊക്കെ നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് എടുത്തതിന് ശേഷം വൈകുന്നേരം നമ്മൾ കട്ട് ചെയ്യാതെ ബ്രോക്കർ തന്നെ നമ്മുടെ പൊസിഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചാർജ് ഈടാക്കുന്നതാണ്. അതൊക്കെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ സമ്മറൈസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസും ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സും ഒക്കെയുള്ള 4 ആപ്ലിക്കേഷൻസാണ് സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ നല്ല റേറ്റിംഗ് ഉള്ള 3 ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഗ്രോ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് സെറോദയ്ക്ക് നമുക്ക് 67 ലക്ഷം ആക്റ്റീവ് ക്ലയൻസ് ഉണ്ട്. അപ്പം ആ ഒരു റേറ്റിംഗ്സ് ഇച്ചിരി കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻ്റർഫേസിൽ കൂടുതലായിട്ടുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു റേറ്റിംഗ് ഇച്ചിരി കുറവ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ബ്രോക്കേഴ്സും ഈ ഒരു റീജിയനിൽ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മെയിൻ്റനൻസ് ചാർജും ഓവറോൾ ഓക്കെയാണ് ഈ 4 ബ്രോക്കേഴ്സിൻ്റെ അകത്തും. ഇനി ബ്രോക്കറേജിലേക്ക് വരുമ്പോൾ നമുക്ക് സെറോദ, ഏഞ്ചൽ വൺ അത് രണ്ടും നമുക്ക് അതിൻ്റെ അകത്ത് പിക്ക് ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ ഒരു 2 ബ്രോക്കേഴ്സ് നമുക്കിവിടെ പിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാഡേ ചാർജസ് നമുക്ക് ഒരു 20 രൂപ അല്ലെങ്കിൽ 0.03 ആണ് പിടിക്കുകയുള്ളൂ. അതായത് 20 രൂപ അല്ലെങ്കിൽ 0.03 ആണ് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടും ബെസ്റ്റാണ്, സെറോദ, ഏഞ്ചൽ വൺ. ഓക്കെ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമുക്കിവിടെ ഈ ഒരു ഇൻട്രാഡേ ചാർജസ് വരുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് സെറോദ ആൻഡ് ഏഞ്ചൽ വൺ എഗെയിൻ ഏറ്റവും കൂടുതൽ ഇൻട്രാഡേ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ എല്ലാ ചാർജസും കൂടെ കൂട്ടി ഏറ്റവും കുറവാണ് പിടിക്കുന്നത്. ഇനി ഡെലിവറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രയാണ്? സെറോദ 19 രൂപ ഏറ്റവും ലോവസ്റ്റ് ആണ് പിടിക്കുന്നത്. ഏഞ്ചൽ വൺ വരുമ്പോൾ 26 പോകുന്നുണ്ട്, കുറച്ച് കൂടുതലാണ് ഗ്രോവിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് എന്താണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏഞ്ചൽ വൺ പെർഫെക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഫുൾ ടൈം ബ്രോക്കറാണ്, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു എമൗണ്ട് ഗ്രോയിനേക്കാളും കൂടുതൽ ഇവിടെ ഡെലിവറിയിൽ കാണുന്നുണ്ടെങ്കിലും നമുക്കത് ഓക്കെയാണ്. അപ്പം ഞാനിവിടെ പറയാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ETF ഇതൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വർഷങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോംസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 ബ്രോക്കേഴ്സാണ് സെറോദ അതുപോലെ തന്നെ ഏഞ്ചൽ വൺ. ഓക്കെ. അപ്പോൾ ഈ 2 ബ്രോക്കേഴ്സാണ് ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ ഏറ്റവും കുറവും. ബാക്കിയുള്ള ആക്റ്റീവ് ക്ലയൻസും ഡൗൺലോഡ്സും കാര്യങ്ങളും എല്ലാം കൂടുതലുണ്ട്. ഇൻട്രാഡേ ചാർജസ് കുറവാണ്. അപ്പം എല്ലാം കൊണ്ടും ഓക്കെയാണ്, നല്ല ബ്രോക്കേഴ്സാണ്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഗിഫ്റ്റ് പറഞ്ഞിരുന്നു. ആ ഒരു ഗിഫ്റ്റ് എന്താ? ETF ഷോപ്പ് 1 and 2 ഈ ഒരു പ്രീമിയം മെത്തേഡ്സ് ഞാൻ ഓൾറെഡി ഇപ്പോൾ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ റൺ ചെയ്യുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളും എൻട്രി ഒക്കെ കാണിക്കാൻ വേണ്ടി ചെറുതായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ അത് ജോയിൻ ചെയ്ത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ETF ഷോപ്പ് 1 and 2 എന്ന് പറഞ്ഞ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡാണ്. അതുപോലെ തന്നെ ETF ലും സ്റ്റോക്സിലും നമ്മൾ ഒരു നല്ല
SIP സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നല്ല ഒരു പ്രീമിയം മെത്തേഡ്സ് മറ്റൊരു മെത്തേഡാണ്. ഇതൊരു സെപ്പറേറ്റ് മെത്തേഡാണ് ETF ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു അഡ്വാൻസ്ഡ് SIP എന്ന് പറഞ്ഞാൽ മറ്റൊരു മെത്തേഡാണ്. ഈ 2 പ്രീമിയം മെത്തേഡ്സും ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. 100% ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. തികച്ചും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല 2 കോഴ്സസാണ്. ഉപയോഗിക്കുക, പഠിക്കുക. വളരെ ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അറിയിക്കുക. പുതിയ ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.